ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിംഗർ ഫുഡ് ഫാക്ടറി. ഇന്ന് നമ്മൾ ഡെവിൾഡ് എഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പല പല പേരിൽ അറിയപ്പെടാറുണ്ട്. അതായത് സ്റ്റഫ്ഡ് എഗ്, റഷ്യൻ എഗ്സ്, ഡ്രസ്ഡ് എഗ്സ്. പോരാത്തതിന് ഡെവിളിൻ്റെ പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത ഞങ്ങൾ ക്രിസ്ത്യാനികൾ അതിനെ ഏഞ്ചൽഡ് എഗ്സ് എന്ന് വരെ വിളിക്കാറുണ്ട്. ഡെവിൾഡ് എഗ്സിന് 2000 വർഷത്തിൻ്റെ ചരിത്രമുണ്ട്. പുരാതന റോമിൽ മുട്ട പുഴുങ്ങി അതിൻ്റെ മഞ്ഞ എടുത്ത് പൊടിച്ച് അതിലേക്ക് പലതരം സ്പൈസസും സോസും ഒക്കെ മിക്സ് ചെയ്ത് മുട്ടയിലോട്ട് തന്നെ തിരിച്ച് സ്റ്റഫ് ചെയ്തിട്ട് അത് കഴിക്കാറുണ്ട്. 19-ാം നൂറ്റാണ്ടാണ് ഇതിൽ മയണീസ് മിക്സ് ചെയ്യാൻ തുടങ്ങിയത്. 1896 ഫാനി ഫാമർ എഴുതിയ ദ ബോസ്റ്റൺ കുക്കിംഗ് സ്കൂൾ കുക്ക് ബുക്കിൽ മയണീസ് ഡെവിൾഡ് എഗ്ഗിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡെവിൾഡ് എഗ്ഗിന് ആ പേര് വരാൻ കാരണം ഇതിലിത്തിരി കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് യൂറോപ്യൻസിന് ഇത് ഭയങ്കര സ്പൈസി ആയിട്ടാണ് ഫീൽ ചെയ്തിരുന്നത്. മുളകിട്ട മീൻകറിയും പച്ച കുരുമുളക് അരച്ച ചുട്ട കോഴിയൊക്കെ കഴിക്കുന്ന നമുക്ക് ഇതിൻ്റെ എരിവ് വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ അവർക്കതങ്ങനെയായിരുന്നില്ല. ഞാൻ 3 ടൈപ്പിലെ ഡെവിൾഡ് എഗ്സ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഒന്ന് ക്ലാസിക് ഡെവിൾഡ് എഗ്ഗിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള റെസിപ്പിയാണിത്. രണ്ടാമത്തത് സ്പാനിഷ്, അതിൽ ഒലീവ് ഓയിലും ഒലീവ്സും ഒക്കെ ഇട്ടിട്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. മൂന്നാമത്തത് തന്തൂരി മസാലയൊക്കെ ഇട്ട് ഒരു ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള വേർഷനാണ്. ഇതൊരു സ്റ്റാർട്ടറായിട്ടും അതേപോലെ തന്നെ ഒരു ബാർ സ്നാക്കായിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പോരാത്തിന് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് വൈനാണ്. ഡെവിൾഡ് എഗ്സ് സാധാരണ ഒന്ന് തണുപ്പിച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചില്ല് ചെയ്യണം. നിങ്ങൾക്ക് 2 രീതിയിലും ട്രൈ ചെയ്ത് നോക്കാം. അതായത് തണുപ്പിച്ചിട്ടും നോക്കാം, അത് തണുപ്പിക്കാതെ നോക്കാം. ഏതാ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വാ. ആദ്യം ഒരു 6 മുട്ട പുഴുങ്ങി അതിൻ്റെ തോട് പൊട്ടിച്ചെടുക്കണം. ഇന്ന് നമ്മൾ 3 തരത്തിലുള്ള ഡെവിൾഡ് എഗ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതായത് ക്ലാസിക്, സ്പാനിഷ്, അതേപോലെ തന്തൂരി. 2 മുട്ട വീതമായിരിക്കും ഓരോ സ്റ്റൈൽ ഡെവിൾഡ് എഗ്ഗിന് ഉപയോഗിക്കുക. ഓരോ മുട്ടയും 2ആയിട്ട് മുറിക്കണം. നിങ്ങൾക്കിത് കത്തി വെച്ചോ മുറിക്കാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഒരു നൂല് വെച്ചോ മുറിക്കാം. കത്തി വെച്ച് മുറിച്ചാൽ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിന്ന് നൂലായിട്ടൊരു ഡെൻ്റൽ ഫ്ലോസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡെൻ്റൽ ഫ്ലോസ് കുറച്ച് നീട്ടത്തിലെടുത്ത് ഒരു വശം എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് മുട്ട മുറിച്ചെടുക്കാം. ഇപ്പോൾ 6 മുട്ട 2ആയിട്ട് മുറിച്ച് 12 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ആദ്യത്തെ ക്ലാസിക് സ്റ്റൈൽ ഡെവിൾഡ് എഗ്ഗിന് വേണ്ടി നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ടയിൽ നിന്ന് 2 മുട്ട, അതായത് 4 പീസ് എടുത്ത് മാറ്റി വയ്ക്കാം. മുട്ടയുടെ മഞ്ഞ ഒരു ബൗളിലേക്ക് മാറ്റണം. അതൊരു ഫോർക്ക് വെച്ച് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മയണീസ് ചേർക്കുക. ഗാർലിക് മയണീസിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ റെസിപ്പിയിൽ വെളുത്തുള്ളി മാറ്റി കഴിഞ്ഞാൽ സാധാ മയോണീസായി. ഇനി ഇതിലേക്ക് ഡിജോൺ മസ്റ്റാർഡ് ഒരു 1/3 ടീസ്പൂൺ ചേർക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു മെഷറിംഗ് സ്പൂൺ ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ എടുക്കുക. എന്നിട്ട് അതിൻ്റെ 1/4 ടീസ്പൂണിൻ്റെ ഒരു ഇത്തിരി കൂടെ കൂടുതൽ എടുക്കുക. ഡിജോൺ മസ്റ്റാർഡ് ഇപ്പോൾ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടും. ഇതിലേക്ക് ആപ്പിൾ സിഡർ വിനെഗർ ഒരു 1/3 ടീസ്പൂൺ ചേർക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. കുരുമുളക് പൊടി ഒരു നുള്ളു ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഉപ്പിടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഡിജോൺ മസ്റ്റാർഡിൽ നല്ല ഉപ്പുണ്ടാവും. ഇതെല്ലാം കൂടി ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നവരെ നന്നായിട്ട് ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു സ്പൂൺ എടുത്ത് ഈ ഫില്ലിങ് നമുക്ക് മുട്ടയിലേക്ക് തിരിച്ച് സ്റ്റഫ് ചെയ്യാം. സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ പേസ്റ്റിലൊക്കെ ചെയ്യുന്ന പോലെ പൈപ്പിംഗ് ബാഗ് കൊണ്ടോ ഒക്കെ നമുക്കിത് തിരിച്ച് സ്റ്റഫ് ചെയ്യാവുന്നതാണ്. പൈപ്പിംഗ് ബാഗ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഒരു നുള്ളു കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്താൽ നമ്മുടെ ക്ലാസിക് ഡെവിൾഡ് എഗ്ഗ് റെഡിയായി. ഇനി രണ്ടാമത്തത് സ്പാനിഷ് സ്റ്റൈൽ ഡെവിൾഡ് എഗ്ഗ്. നേരത്തെ ചെയ്ത പോലെ തന്നെ മുട്ടയുടെ മഞ്ഞ ഒരു ബൗളിലേക്ക് മാറ്റുക. ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കണം. പിന്നെ ഒരു 1/3 ടീസ്പൂൺ ഡിജോൺ മസ്റ്റാർഡ് ചേർക്കുക. ഉപ്പ് ഒരു നുള്ളു ചേർക്കുക. കുരുമുളക് പൊടി ഒരു നുള്ളു ചേർത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്രീമി ടെക്സ്ചർ കിട്ടുന്നവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ഒരു 3-4 ഒലീവ്സ് കൊത്തിയരിഞ്ഞ് ചേർത്ത് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഡെക്കറേഷന് വേണ്ടി വട്ടത്തിലരിഞ്ഞൊരു 4 ഒലീവ്സിൻ്റെ പീസ് മാറ്റി വെക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഫില്ലിംഗ് മുട്ടയിലേക്ക് സ്റ്റഫ് ചെയ്ത് ഒരു നുള്ളു കുരുമുളക് പൊടിയും ചേർക്കണം. പിന്നെ ഓരോ ഒലീവ്സ് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ഒലീവ്സും കൂടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ സ്പാനിഷ് സ്റ്റൈൽ ഡെവിൾഡ് എഗ്ഗ് റെഡിയായി. മൂന്നാമത്തേത്
തന്തൂരി സ്റ്റൈൽ ഡെവിൾഡ് എഗ്. മുട്ടയുടെ മഞ്ഞ ബൗളിലേക്ക് മാറ്റുക. ഒരു ഫോർക്ക് കൊണ്ട് പൊടിച്ചെടുക്കുക. അതിലേക്ക് 1/3 ടീസ്പൂൺ ഡിജോൺ മസ്റ്റാർഡ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മയണീസ് ചേർക്കുക. 1 നുള്ള് ഗരം മസാല ചേർക്കണം. 1 നുള്ള് കാശ്മീരി മുളക് പൊടി ചേർക്കണം. പിന്നെ 1 നുള്ള് തന്തൂരി മസാല ചേർക്കണം. ഇതിലേക്ക് ഒരു 1/3 ടീസ്പൂൺ ചില്ലി സോസ് ആഡ് ചെയ്യുക. ഞാനിവിടെ ഹെയിൻസിൻ്റെ ചില്ലി സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിനാഗിരി ഒരു 1/3 ടീസ്പൂൺ ആഡ് ചെയ്യണം. 1 നുള്ള് കുരുമുളക് പൊടി ചേർക്കുക. 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് ക്രീമി ടെക്സ്ചർ കിട്ടുന്നവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് മുട്ടയിലേക്ക് സ്റ്റഫ് ചെയ്യാൻ ആദ്യം ഒരു നീളത്തിലുള്ള ഗ്ലാസ് എടുക്കുക. അതിലേക്ക് ഒരു പൈപ്പിംഗ് ബാഗ് ഇറക്കി വെക്കണം. പൈപ്പിംഗ് ബാഗ് ഇപ്പോൾ നിങ്ങളുടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറായാലും മതി. അതിൻ്റെ ഒരു മൂല ആയിരിക്കണം ഗ്ലാസ്സിലേക്ക് ഇറക്കി വെക്കേണ്ടത്. ഇതിലേക്ക് ഫില്ലിങ് നിറയ്ക്കുക. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു കോൺ ആക്കിയിട്ട് അതിൻ്റെ അറ്റം കട്ട് ചെയ്ത് ഫില്ലിങ് മുട്ടയിലേക്ക് സ്റ്റഫ് ചെയ്യണം. ഇതിലേക്ക് 1 നുള്ള് തന്തൂരി മസാല ചേർത്ത് കൊടുക്കുക. മല്ലിയില ഒരു ചെറിയ പീസ് വെച്ച് കൊടുക്കുക. ഇനി ഈ ഒരു ഡബിൾഡ് എഗ്ഗിന് ഒരു ക്രഞ്ച് കിട്ടാൻ വേണ്ടി ഇന്ത്യൻ ഫ്ലേവറിലുള്ള ഒരു പൊട്ടറ്റോ ചിപ്സ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബിങ്കോയുടെ മാഡ് ആംഗിൾസിൻ്റെ അച്ചാരി മസ്തി എന്ന് പറയുന്ന ഫ്ലേവറാണ്. അതിൻ്റെ ഒരു ചെറിയ പീസ് മേളിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്കത് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ തണുപ്പിക്കാതെ നിങ്ങൾക്ക് കഴിക്കാം. രണ്ടും അടിപൊളിയാണ്. ഈ 3 സ്റ്റൈലിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തന്തൂരി ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിലുണ്ടാക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.